ഞാൻ നിങ്ങളെ ഒരു ക്രിസ്തുമസ് രാത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്കറിയാം, ക്രിസ്തുമസ് രാത്രി എന്ന് പറയുന്നത് വളരെ തണുപ്പുള്ള ഒരു രാത്രിയാണ്. ക്രിസ്മസ് രാത്രിയിൽ വീടുകളൊക്കെ എല്ലാവരും അലങ്കരിച്ചിട്ടുണ്ടാവും. ഇലുമിനേഷൻ ബൾബുകളും സ്റ്റാറുകളും ക്രിസ്മസ് പാപ്പായുടെ ചിത്രങ്ങളും ഒക്കെ എല്ലാ വീടുകളിലും കാണാൻ കഴിയും. ഒരു പ്രത്യേകതരം ഫീലിംഗ് ആണ്, ഒരു പ്രത്യേക ഹാപ്പിനെസ് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്. ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ക്രിസ്മസിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. കേക്കുകളുടെയും വൈനുകളുടെയും ഒക്കെ ഒരു കാലമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഉണ്ണി യേശുവിനും ക്രിസ്മസ് പാപ്പായി സ്റ്റാറുകൾക്കും ഒക്കെ ഓരോ കഥകൾ പറയാനുണ്ടാവും. ക്രിസ്തുമസിന് ഒരു പ്രത്യേക തീമുണ്ട്, ഒരു പ്രത്യേക കളറുണ്ട്, ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ട്. അതായത് ഒരു തീം ബേസ്ഡ് ആണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ വിഷ്വൽ ഡിസൈനിനെ കുറിച്ചാണ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ ആഡ് ചെയ്യുന്ന ഓരോ എലമെന്റുകൾക്കും ഓരോ കഥകൾ പറയാനുണ്ടാവണം യൂസറിനോട്. ആവശ്യമില്ലാത്ത എലമെന്റുകളാണ് നിങ്ങളുടെ ഡിസൈനിലെ ഭംഗി നശിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഡിസൈനിന് ഒരു യുണീക്നെസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ആഡ് ചെയ്യുന്ന കളർ, നിങ്ങൾ ആഡ് ചെയ്യുന്ന എലമെന്റുകൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന ടൈപ്പോഗ്രഫി, എല്ലാത്തിനും അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ ആ ഡിസൈൻ ഒരു തീം ബേസ്ഡ് ആയിരിക്കും, ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡിസൈൻ കരിയർ ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്.